നോക്കാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഒപ്പം നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നുമുണ്ട്. പമ്പ, മണിമല നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നു. എന്തൊക്കെയാണ് പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ? വിശദാംശങ്ങൾ. ഓഗസ്റ്റ് 21 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഒപ്പം തന്നെ മധ്യ കേരളത്തിലാണ് മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുള്ളത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. നാളെയും 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുണ്ട്. ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ജലനിരപ്പ്, നദികളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഈ പമ്പ, അതുപോലെ മണിമലയാർ നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. യെല്ലോ അലർട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ശക്തമായ മഴ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഈ സംസ്ഥാനത്ത് വ്യാപകമായി മഴയുണ്ടാകും എന്ന് നേരത്തെ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അപ്പോഴൊന്നും നദികളിൽ കാര്യമായ ഒരു ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യെല്ലോ അലർട്ട് വരെ നദികൾ പുറപ്പെടുവിച്ച ഒരു സാഹചര്യത്തിൽ ശക്തമായി മഴ തുടരുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഓഗസ്റ്റ് 21 വരെ ഈ മഴ ശക്തമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ പാടില്ല. ഒപ്പം തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യതയുണ്ടാവും. പിന്നെ ഒറ്റപ്പെട്ട മഴയായിരിക്കും, ശക്തമായ മഴയുണ്ടാവും. ഇടിമിന്നലോട് കൂടിയ മഴ, അല്ലെങ്കിൽ മണിക്കൂറിൽ വളരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിന് സാധ്യത, അതെല്ലാം അത്തരം മുന്നറിയിപ്പുകളെല്ലാം കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തെക്കൻ കർണാടക തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതായി നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് അടക്കമുള്ളവർ അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ജാഗ്രത വേണമെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭവ്യ, എന്തായാലും ഓഗസ്റ്റ് 21 വരെയാണ് ശക്തമായ മഴ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതാണ് സാഹചര്യം. ഓഗസ്റ്റ് 21 വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം